പിണറായി വിജയനും വി ഡി സതീശനും ജനങ്ങൾ ചിലപ്പോൾ കുറച്ച് സമയം കൊടുക്കും. വിജയ്ക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം 2.5 മണിക്കൂർ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ആളാണ്. ആശയക്കുഴപ്പങ്ങളുടെ നടുവിലാണ് വിജയ് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിജയ് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് ഉറ്റു നോക്കണം. അദ്ദേഹത്തിൻ്റെ ശരിയാണ് അജിംസ് പറഞ്ഞ പോലെ നമ്പർ എങ്കിലും കംഫർട്ടബിൾ നമ്പർ ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യം. എന്നാലും 60,000 കോടി രൂപ ആവശ്യമുള്ള ഫ്രീ ബീസാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് മാത്രമുള്ള സമ്പത്ത് ഇപ്പോൾ അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം നടപ്പിലാക്കണം. 1 ലക്ഷം കോടി വേണം. പൈസ വേണം. 1 ലക്ഷം കോടി രൂപ ഒരു വർഷം വേണം. അത് എവിടെ നിന്നുണ്ടാക്കും? 10 ലക്ഷത്തിലധികം കോടി രൂപ കടമുള്ള ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊന്നും അങ്ങനത്തെ ധാരണയില്ലാത്ത ആൾക്കാരാണ് അതിൻ്റെ സർക്കാരിനകത്ത് കൂടുതലുള്ള ആളുകൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും വിജയെ ആളുകൾ കാണുന്നത്, നമ്മൾ തമിഴന്മാരുടെ ഈ വിജയെ തീരുമാനിക്കാനുള്ള വൈകാരികമായ തീരുമാനത്തെ കാണുമ്പോഴേ പിണറായി വിജയനും വി ഡി സതീശനും ജനങ്ങൾ ചിലപ്പോൾ കുറച്ച് സമയം കൊടുക്കും. വിജയ്ക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം 2.5 മണിക്കൂർ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ആളാണ്. ആ ഒരു ഇമാജിനേഷൻ ആളുകളുടെ മനസ്സിലുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം കൈയടി. ഇത് അണ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരുന്നു. അദ്ദേഹം പ്രസംഗം എപ്പോഴും ഞാൻ വിജയ് വരുகிறேൻ, ഞാൻ തന്നൻ തനിയാൾ. അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഏറ്റവും ഹിറ്റായ പാട്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ്, നിങ്ങൾ വിജയുടെ പേര് പറ, വിജയ് നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ വിജയ്, നിങ്ങളുടെ വിജയ്. അത് ഉങ്ക വിജയ് എന്നുള്ള പാട്ടാണ് ഏറ്റവും ട്രെൻഡിങ് ആയ പാട്ടുകളിലൊന്ന്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പരിഹരിക്കണം. അദ്ദേഹം പറയാൻ ഒരു 5.5 വർഷം ടൈം എടുത്തേക്കും ചിലപ്പോൾ. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന ആൾക്കാർ പറയില്ലേ. അപ്പോൾ ഈ തരത്തിലുള്ള പലതരം ചലഞ്ചസ് വിജയുടെ മുമ്പിലുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രസംഗമൊക്കെ അദ്ദേഹം ഇനിയും തുടരുമായിരിക്കും. പക്ഷേ പ്രസംഗം കഴിഞ്ഞിട്ട് ആളുകൾ പ്രവൃത്തിയിലേക്ക് നോക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു.